വാർത്തകൾ വിശദമായി. രൂക്ഷമായ പരിസ്ഥിതി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണെന്ന് ആരംഭിച്ച് പാമ്പാക്കട പഞ്ചായത്തിലെ ഓണക്കൂറിനടുത്ത് സ്ഥാപിച്ചിരിക്കുന്ന ബ്രാംസ്കോ ചാക്ക് കമ്പനിക്കെതിരെ പ്രതിഷേധം ഉയരുന്നു. ഇവിടേക്ക് നാട്ടുകാരുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തി. 24 മണിക്കൂർ മാനദണ്ഡങ്ങൾ ലംഘിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന കമ്പനിയുടെ യന്ത്ര സംവിധാനങ്ങളുടെ അസഹനീയമായ ശബ്ദം അയൽവാസികളുടെയും പരിസര പ്രദേശങ്ങളിലെ ജനജീവിതത്തെയും സാരമായി ബാധിച്ചിരിക്കുന്നു. വിദ്യാർത്ഥികൾക്ക് സ്വസ്ഥമായി പഠിക്കുന്നതിനുള്ള സാഹചര്യം പോലും നഷ്ടമായിരിക്കുന്നു. വീടുകളിൽ ഒരു അനിഷ്ട സംഭവം ഉണ്ടായാൽ പോലും മറ്റുള്ളവർ അറിയാൻ കഴിയാത്ത വിധം ശബ്ദമലിനീകരണം ഈ ഗ്രാമത്തെ വിഴുങ്ങിയിരിക്കുന്നു. കമ്പനിയിൽ നിന്ന് പുറന്തള്ളുന്ന വളരെ നേർത്ത പ്ലാസ്റ്റിക് പൊടിപടലങ്ങൾ അന്തരീക്ഷത്തിലേക്ക് തള്ളിവിടുകയും ഈ പ്രദേശത്തെ ജീവജാലങ്ങളും മനുഷ്യരും ഇവ ശ്വസിക്കുകയും ആസ്മ, അലർജി മുതലായ രോഗങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നു. ഈ പൊടിപടലങ്ങൾ സസ്യസമ്പത്തിന്റെ പരാഗണത്തെയും കാര്യമായി ബാധിക്കുന്നു. കമ്പനിയുടെ ഉൽപാദനശേഷമുള്ള രാസമാലിന്യങ്ങൾ കലർന്ന ജലം തുറസായ കമ്പനി സ്ഥലത്തേക്ക് ഒഴുക്കിവിടുകയും ഈ ജലം എ ക്ലാസ് ക്ലസ്റ്റർ പാടശേഖരമായ വാക്കാനപ്പാടം, ഊരനാട്ടുചിറപ്പാടം എന്നീ പാടശേഖരങ്ങളിലേക്കും ജലസ്രോതസ്സായ ഉഴവർത്തോട്ടിലേക്കും ഊറിയിറങ്ങുന്നു. 300-ലധികം തൊഴിലാളികൾ പണിയെടുക്കുന്ന കമ്പനിക്ക് കൃത്യമായ സാനിറ്റേഷൻ സംവിധാനം ഇല്ലാത്തതിനാൽ ഒരു വലിയ കിണറിലേക്ക് മനുഷ്യവിസർജ്യം തള്ളുകയാണ് ചെയ്യുന്നത്. ആയതിനാൽ പരിസരവാസികളുടെ ജലസ്രോതസ്സുകളിൽ കോളിഫോം ബാക്ടീരിയയുടെ അനുവദനീയമായതിലും കൂടി വരികയാണ്. തീർത്തും ഗ്രാമീണവും കാർഷിക പ്രാധാന്യവുമുള്ള ഈ പ്രദേശത്തെ മണ്ണിലേക്കാണ് കമ്പനി പുറന്തള്ളുന്ന രാസമാലിന്യങ്ങൾ ഖരവും ദ്രാവകവുമായി ഏറ്റുവാങ്ങുന്നത്. ഇത് സാരമായ പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു. കർഷകരുടെ കഴിഞ്ഞ കാലങ്ങളിലെ ഉൽപാദനത്തിന്റെ ഗ്രാഫ് ഇത് സാക്ഷ്യപ്പെടുത്തുന്നു. കമ്പനിക്ക് പഞ്ചായത്ത് നൽകിയിരുന്ന അപ്രൂവ്ഡ് പ്ലാനിൽ നിന്നും വിഭിന്നമായി കമ്പനി കോമ്പൗണ്ടിൽ അനധികൃത നിർമ്മാണങ്ങൾ നടത്തി അനുവദിക്കപ്പെട്ടതിലും അധികം യന്ത്രസാമഗ്രികളും നിയമവിരുദ്ധമായി തയ്യാറെടുക്കുന്നു. കമ്പനിയിലെ അന്യസംസ്ഥാന തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവരെ പാർപ്പിച്ച് പൊതുജനങ്ങൾക്ക് സ്വൈര്യജീവിതം നഷ്ടപ്പെടുത്തുന്നു. ഫയർ ആൻഡ് റെസ്ക്യൂ സ്പെസിഫിക്കേഷൻ നിഷ്കർഷിച്ചിരിക്കുന്ന കർശന മാനദണ്ഡങ്ങൾക്ക് പുല്ലുവില കൽപ്പിച്ചുകൊണ്ടാണ് കമ്പനി ചുറ്റുപാടിലും കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. അടിയന്തര ഘട്ടത്തിൽ അഗ്നിരക്ഷാ വാഹനങ്ങൾ കടന്നുപോകുവാൻ പോലും സാധിക്കാത്ത രീതിയിലാണ് കമ്പനിയുടെ നിർമ്മാണം പുരോഗമിക്കുന്നത്. പിറോം പോലീസ് സ്റ്റേഷനിൽ അന്യസംസ്ഥാന തൊഴിലാളികളെ മാത്രം രജിസ്റ്റർ ചെയ്തുകൊണ്ടാണ് 300-ലധികം വരുന്ന അന്യരാജ്യക്കാർ ഉൾപ്പെടെയുള്ളവരെ കമ്പനിക്ക് അകത്തും പരിസരവാസികൾ ഭീതിയിലായിരിക്കുന്നു. രാത്രികാലങ്ങളിൽ മദ്യവും നിരോധിത ലഹരി വസ്തുക്കളും ഉപയോഗിച്ച് ഇവർ സമീപവാസികൾക്ക് ഭീഷണിയാകുന്നു. സ്ത്രീകൾക്കും കുട്ടികൾക്കും ഇവർ ശല്യമാകുന്നു. മോഷണം ഇവിടെ നിത്യസംഭവമാകുകയും ചെയ്യുന്നു. കുറ്റവാളികളുടെ ഒളിസങ്കേതമായ കമ്പനിയും പരിസര പ്രദേശങ്ങളും മാറിയിരിക്കുന്നു. പരിസര പ്രദേശങ്ങളിൽ നിന്നും കണ്ടെത്തിയ ഉപയോഗിച്ച സിറിഞ്ചുകളും മദ്യക്കുപ്പികളും ഇതിന് തെളിവാണ്. ഫാക്ടറീസ് ആക്ട് പ്രകാരം കൃത്യമായ ശൌചാലയങ്ങളോ അടിസ്ഥാന സൗകര്യങ്ങളോ ഇല്ലാത്തവരെ അനിയന്ത്രിതമായി വിഹരിക്കാൻ ഇറക്കിവിട്ടിരിക്കുന്നു. ഇത്തരമൊക്കെ കമ്പനിക്കെതിരെ പരാതികൾ ഉയർന്നിട്ടും ബന്ധപ്പെട്ട അധികാരികൾ യാതൊരുവിധ നടപടിയും സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ഓണക്കൂർ പരിസ്ഥിതി സംരക്ഷണ പൗരസമിതിയുടെ നേതൃത്വത്തിൽ പാമ്പാക്കട ബസ് സ്റ്റാൻഡിൽ നിന്നും പ്രതിഷേധ മാർച്ച് പാമ്പാക്കട പഞ്ചായത്തിലേക്ക് സംഘടിപ്പിച്ചു. മാർച്ചിന് ശേഷം പഞ്ചായത്ത് പ്രസിഡന്റ് ഭീമ ഹർജി സമർപ്പണവും നടത്തി. മാർച്ചിന് പ്രസിഡന്റ് ജോൺ ജോസഫ് പുന്നലത്തിൽ, ബോബൻ പാലക്കാട്ടുകൂടിയിൽ, രാജൻ ടി ജേക്കബ്, റെയ്സൻ കുര്യാക്കോസ് കല്ലിൽ, അജിമോൻ കെ രാജു, ജിൻസി ജോയ് കല്ലിൽ, ഷിബു പനച്ചിക്കൽ, അനിൽ വടക്കനടയിൽ എന്നിവർ നേതൃത്വം നൽകി. ഇതിനൊരു നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ സമരമുറകളുമായി മുന്നോട്ടു പോകുമെന്ന് പൗരസമിതി അറിയിച്ചു. ഈ പറയുന്ന ബ്രംസ്കോ എന്ന ഭീമൻ പ്ലാസ്റ്റിക് ചാക്ക് കമ്പനിയുടെ മുൻപിൽ ധർണ, അതിനുശേഷം മറ്റുള്ള സമരരീതികളിലേക്ക് കിടക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും എല്ലാ ജനങ്ങളും ഒരേ തരം വികാരത്തോടു കൂടിയാണ് ഇതിനകത്ത് പങ്കെടുക്കുന്നത്. എല്ലാ ആളുകൾക്കും ജീവിതം വഴിമുട്ടിപ്പോയി. ഞങ്ങളുടെ ആ 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള ഒരു വീടുകളിലും സ്വൈര്യമായി കിടന്നുറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. അവിടെയുള്ള ഒരു തുണ്ട് ഭൂമി എന്തെങ്കിലും കാരണവശാൽ കടക്കണിയിലാവുകയോ എന്തെങ്കിലും സാമ്പത്തിക ആവശ്യങ്ങൾ വരുമ്പോൾ 1 സെന്റ് ഭൂമി പോലും ഒരു മനുഷ്യൻ പുറത്തുനിന്ന് വാങ്ങിക്കാൻ പറ്റാത്ത അവസരത്തിൽ ഇവരുടെ കമ്പനി ഇങ്ങനെ ഇവർ അനധികൃതമായി കെട്ടിപ്പൊക്കി അടുത്ത സ്ഥലങ്ങളിലേക്ക് ചെല്ലും. അവിടെയുള്ള ആളുകൾ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ അത് കിട്ടുന്ന വിലയ്ക്ക് ഇവർക്ക് തന്നെ വിറ്റിട്ട് എങ്ങോട്ട് വരും. അപ്പം ആ മല ഇവരിടിക്കും. എന്നിട്ട് അവർ വാങ്ങിയിട്ടേക്കണ പാടത്തേക്ക് മണ്ണിടും. അപ്പം മല ഇടിച്ച് പാടം മണ്ണിട്ട് നികത്തി അവിടെയും അടുത്ത കമ്പനി, അടുത്ത അയൽക്കാരൻ ഇതിന്റെ വരാൻ പോണേ. അങ്ങനെ വന്ന് ആ നാട് മുഴുവൻ 5-6 വ്യക്തികൾക്ക് ലാഭം ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ഒരു നാടിനെ മുഴുവൻ ദുരിതക്കയത്തിലാക്കിക്കൊണ്ടിരിക്കുക. ഞങ്ങൾ എന്തായാലും വളരെ ശക്തമായ സമര രീതികളുമായി മുമ്പോട്ട് പോകാനാണ്